നമസ്കാരം. മലയാള സിനിമയിൽ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചാക്കോ ബോബൻ. നിരവധി പ്രണയനായകന്മാർ വന്നിട്ടുണ്ടെങ്കിലും കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ പ്രേക്ഷക മനസ്സിൽ നിന്നും പിന്നിലായിട്ടില്ല. പ്രണയ സിനിമകൾക്കൊപ്പം തന്നെ മറ്റു ചിത്രങ്ങളും ചെയ്തതോടെ യുവതലമുറകൾക്കൊപ്പം കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറി. ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവിലൂടെയാണ് അദ്ദേഹം നായകനായി അരങ്ങേറിയത്. ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ പുതുമുഖ നടൻ എന്ന റെക്കോർഡ് ഇന്നും ചാക്കോച്ചന്റെ സ്വന്തമാണ്. അനിയത്തിപ്രാവിന്റെ പിന്നാലെ നിറം കൂടി റിലീസ് ചെയ്തതോടെയാണ് കുഞ്ചാക്കോ ബോബൻ ചോക്ലേറ്റ് ഹീറോയായി ആഘോഷിക്കപ്പെടുന്നത്. നിരവധി പ്രണയ ചിത്രങ്ങളിലാണ് അക്കാലത്ത് ചാക്കോച്ചൻ അഭിനയിച്ചിരുന്നത്. ലോകമെമ്പാടുമായി അക്കാലത്ത് വലിയൊരു ആരാധക വൃന്ദം നടനുണ്ടായിരുന്നു. കെട്ടുകണക്കിന് പ്രണയലേഖനങ്ങളാണ് അന്ന് ആരാധികമാർ കുഞ്ചാക്കോ ബോബന് അയച്ചിരുന്നത്. ആ സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ പോലും ക്രഷായിരുന്നു ചാക്കോച്ചൻ. പിന്നീട് കുറെ കാലത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്നു നടൻ. വീട് പോയെന്നും ഇനി ഒരു തിരിച്ചുവരവില്ലെന്നും പലരും ദണ്ഡനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം വരവിന് ശേഷം ചോക്ലേറ്റ് ഹീറോ ഇമേജ് പൊളിച്ചെഴുതി ഹിറ്റുകൾ സൃഷ്ടിക്കുന്ന ചാക്കോച്ചനിലെ അഭിനയ പ്രതിഭയെയാണ് മലയാളികൾ കണ്ടത്. പിടിച്ചാൽ കിട്ടാത്തൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു മലയാള സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റേത്. പരീക്ഷണങ്ങളും പുതുമുഖങ്ങളുമായി പുത്തൻ പകർന്നാട്ടങ്ങളോടെ ഇന്ന് മലയാള സിനിമയിലെ താരമൂല്യമുള്ള നായക നടനാണ് കുഞ്ചാക്കോ ബോബൻ. ചോക്ലേറ്റ് ഹീറോ പരിവേഷങ്ങളുമായി ചാക്കോച്ചൻ ഉയർന്നു വരുന്ന സമയത്ത് ദിലീപും നായക നടനായി ശോഭിച്ചു നിൽക്കുകയായിരുന്നു. മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വേണ നടനായിരുന്നു ദിലീപ്. ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളേക്കാൾ പണം വാരിയ ചിത്രങ്ങളായിരുന്നു ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നത്. എന്നാൽ കുഞ്ചാക്കോ ബോബൻ വന്ന ശേഷം ദിലീപിന്റെ പ്രഭ മങ്ങിയിരുന്നുവെന്നാണ് പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ്. ദിലീപിനെയും കുഞ്ചാക്കോ ബോബനെയും കുറിച്ച് സിനിമ പ്ലസ് മലയാളത്തിന് മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ലാൽ ജോസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അക്കാലത്ത് അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തു. അതോടെ കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ രംഗത്ത് വരികയും സ്റ്റാർ ആവുകയും ചെയ്തു. കുഞ്ചാക്കോ ബോബൻ വന്നതോടെ ദിലീപിന്റെ പ്രഭ അല്പം മങ്ങിയിരുന്നു. കാരണം അതുവരെ കുഞ്ചാക്കോ ബോബന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് ദിലീപ് ആയിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ദിലീപ് സെറ്റിൽ വെച്ച് കാവ്യമാധവനോട് ചോദിച്ചു, നിനക്ക് സെറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള നായകൻ ആരാണെന്ന്. ആദ്യം മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ദിലീപിന്റെ പേര് പറയും എന്നൊക്കെ ധരിച്ചിട്ടാണ് കാവ്യയോട് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ കാവ്യ വളരെ നിഷ്കളങ്കമായി കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചാക്കോ ബോബനാണെന്ന് കാവ്യ പറഞ്ഞ ശേഷം ഞങ്ങൾ അത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കുകയായിരുന്നു എന്നാണ് സെറ്റിലെ പഴയ ഓർമ്മകൾ പങ്കിട്ട് ലാൽ ജോസ് പറഞ്ഞത്. ദിലീപും കുഞ്ചാക്കോ ബോബനും കാവ്യമാധവനും ഒരുമിച്ച് ഒരു കാലത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവയിൽ മിക്കതും ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. കേസിനും വിവാഹത്തിനും ശേഷം ദിലീപിന്റെ ഒരു സിനിമ പോലും വേണ്ടത്ര വിജയം നേടിയില്ല. ദിലീപ് കാലത്തിനൊത്ത് മാറി നല്ല സിനിമകളുമായി തിരികെ വരുന്നതിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമ വിട്ട കാവ്യ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടനാണ്. അതേസമയം ദിലീപിനൊപ്പം ദോസ്തിൽ അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബൻ ആദ്യം തയ്യാറായിരുന്നില്ലെന്നും സംവിധായകൻ തുളസീദാസ് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഞാനും രവിയേട്ടനും അദ്ദേഹത്തിന്റെ അച്ഛനുമെല്ലാം ഒരുമിച്ച് കുഞ്ചാക്കോ ബോബന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് ചാക്കോച്ചന്റെ അച്ഛനോട് എല്ലാ കഥകളും പറഞ്ഞു. പണ്ട് നസീർ സാറും മമ്മൂട്ടിയും സുകുമാരനും സോമനും സത്യൻ മാഷും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതിന്റെ പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. എത്രയോ ഹീറോകൾ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സമ്മതിപ്പിച്ചത്. എന്റെ മകന്റെ റോൾ ചെറുതാവില്ല, മോശമാവില്ലെന്ന് ഒരു എഗ്രിമെന്റ് പോലെ തരണമെന്ന് ഞങ്ങളോട് ചാക്കോച്ചന്റെ പിതാവ് പറഞ്ഞു. ദിലീപ് കൂടെ നിന്ന് അഭിനയിക്കുന്നത് കൊണ്ട് ചാക്കോച്ചന്റെ റോൾ ചെറുതാകുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച ശേഷം പടത്തിന്റെ അഡ്വാൻസ് കൊടുത്തു എന്നാണ് സിനിമ ഓർമ്മകൾ പങ്കിട്ട് തുളസീദാസ് നേരത്തെ പറഞ്ഞിരുന്നത്. കുഞ്ചാക്കോ ബോബൻ ദിലീപ് കൂട്ടുകെട്ടിൽ പിറന്ന എക്കാലം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയെന്നാണ് ദോസ്തിനെ കുറിച്ച് സിനിമാ പ്രേമികൾ പറയാറുള്ളത്. കാവ്യമാധവനും നായികയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ അവസാനം അഭിനയിച്ച് തിയേറ്ററിലെത്തിയ സിനിമ ബോഗൻവില്ലയാണ്. സിനിമയിൽ സൈക്കോ വില്ലൻ റോളിൽ കുഞ്ചാക്കോ ബോബൻ ഞെട്ടിച്ചു. അണിയറിൽ ഒരുപിടി നല്ല സിനിമകൾ കുഞ്ചാക്കോ ബോബന്റേതായി ഒരുങ്ങുകയാണ്.